ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ആത്മിക ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ സ്വർഗത്തിലേക്ക് പ്രാർത്ഥിച്ച് നിലവിളിക്കുക. അങ്ങനെ ഒരു നിലവിളി ഉണ്ടോ? ഉണ്ട്. ആ നിലവിളി എങ്ങനെയാണ് നടത്തേണ്ടുന്നത്? ആ നിലവിളിക്ക് ശേഷമായി സംഭവിക്കുന്നത് എന്താണ്? 2 ദിനവൃത്താന്തം 32-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇത് നിമിത്തം ഹിസ്കിയ രാജാവും യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ തൻ്റെ ദൂതനെ അയച്ചു. അപ്പം സ്വർഗത്തിലെത്തുന്ന നിലവിളി, അങ്ങനെയൊക്കെയുള്ള ചില നിലവിളികളെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അടിമവേല നിമിത്തമായുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി എന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൽ എൻ്റെ മന്ദിരത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി, ദൈവം കേട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് നിലവിളിയും പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് എത്തുക. സ്വർഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക സന്ദേശം പരിശുദ്ധാത്മാവ് നൽകിയത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ധ്യാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞ വാക്യം ശ്രദ്ധയിലേക്ക് വന്നത്. പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. സത്യത്തിൽ ഇതൊരു ആത്മീക പോരാട്ടമാണ്. ആത്മീക പോരാട്ടം എന്ന് പറയാനായിട്ടുള്ള കാരണം 2 ദിനവൃത്താന്തം 32-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹിസ്കിയ രാജാവ് വിശ്വസ്ത പ്രവർത്തികളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണ്, വിശ്വസ്ത പ്രവർത്തികളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അശ്ശൂർ രാജാവായ സാൻഹെരീബ് വന്ന് ആ രാജ്യത്തെ ഉപരോധിച്ചു. ഹിസ്കിയാവിൻ്റെ കാലത്തുള്ള ഈ ചരിത്ര കാര്യങ്ങളൊന്നും നിങ്ങളോട് പറഞ്ഞ് കുറേ ചരിത്രങ്ങൾ മാത്രം പറഞ്ഞു പോകാനായിട്ടല്ല ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ വിശ്വസ്തയോടെ നിന്നിട്ടും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയിട്ടും പല സമയത്തും നമുക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ട്. ആ ചോദ്യങ്ങൾ ഇത്രയും വിശ്വസ്തമായി നിന്നിട്ടും എന്തുകൊണ്ട് ചില പ്രതികൂലങ്ങൾ വരുന്നു? ശരിക്കും ഇവിടെ നമ്മൾ കാണുന്നൊരു പദപ്രയോഗം തന്നെ യെരുശലേമിനെ നിരോധിച്ചു എന്നുള്ളതാണ്. ശരിക്കും അന്ന് ആക്ഷരികമായ ഒരു നിരോധനമുണ്ടെങ്കിൽ ഇന്ന് ഓരോ ആത്മീകൻ്റെ ജീവിതത്തിലും വിശ്വസ്തയോടെ ദൈവം മുമ്പിൽ നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിലും ചില സമയങ്ങളിൽ സാത്താന്യമായ ചില നിരോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അന്നേരം നമ്മൾ നിരോധിക്കപ്പെട്ടല്ലോ, എല്ലാ വഴി അടഞ്ഞല്ലോ. ഈ നിരോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഒരു യുദ്ധതന്ത്രമാണ്. പണ്ടൊക്കെ നിരോധനമുണ്ടെങ്കിൽ ഇന്നും ലോകരാജ്യങ്ങൾ ഉപരോധം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വിജയകരമായി യുദ്ധത്തിൽ നടപ്പാക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇറാനെ ഉപരോധിച്ചു, പല രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി, പാകിസ്ഥാന് ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ ലോകരാജ്യങ്ങൾ ഇന്ന് ഉപരോധമാണ്. അതായത് അവർക്ക് വാണിജ്യത്തിന് അല്ലെങ്കിൽ വ്യാവസായികമായിട്ടുള്ള തടസ്സങ്ങൾ, സാമ്പത്തികമായ തടസ്സങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കഴിയാത്ത തരത്തിൽ അവരെ ഉപരോധിക്കുക. അതായത് അവരെ കൊല്ലുന്നില്ല, പക്ഷേ കൊല്ലാതെ കൊല്ലുന്നു. അപ്പം ഈ കടുത്ത ഉപരോധത്തിൻ്റെ ഫലമായിട്ട് ഒത്തിരി രാജ്യങ്ങൾ പട്ടിണിയിലേക്ക് പോയി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആത്മീകരായ നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ തലമുറകളെയും ആത്മീക ജീവിതത്തെയും ശുശ്രൂഷയെയും പ്രാർത്ഥനാ ജീവിതത്തെയും ഒക്കെ നമ്മളറിയാതെ ചില സമയങ്ങളിൽ ഉപരോധിക്കാനായി വരുന്ന പൈശാചികമായ ശക്തികളുണ്ട്, അല്ലെങ്കിൽ ഇരുളിൻ്റെ തന്ത്രങ്ങളുണ്ട്, ഈ ലോകത്തിൻ്റെ ശക്തികളുണ്ട്. അപ്പം ഈ ഉപരോധങ്ങളെ കണ്ട് ഭയപ്പെട്ട് ഉപരോധിക്കപ്പെട്ടല്ലോ എന്ന് കരുതിയിരിക്കാനായിട്ടല്ല. പ്രാർത്ഥനയെന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ്. ഈ ആയുധത്തെ ഫലപ്രദമായി നമ്മൾ ഉപയോഗിക്കുകയും നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ തിരുവചന സന്ദേശം നിങ്ങളുടെയൊക്കെ ജീവിതവുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും ഒക്കെ കർത്താവ് തീർച്ചയായിട്ടും കൃപ നൽകും. കാരണം ദൈവവചനം എൻ്റെ സ്വന്തവുമല്ല, നമ്മുടെ ആരുടെയും സ്വന്തമല്ല. ഇത് ഉടയവനായ ദൈവത്തിൻ്റെ സ്വന്തമാണ്. സകല മാനവജാതികൾക്കും അവിടുന്ന് നൽകി തന്നിട്ടുള്ള ഈ ഒരു വചനം ആര് തിരിച്ചറിഞ്ഞ് അവർ ജീവിതത്തിൽ അവരത്
പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുന്നു, അവർക്ക് ദൈവാനുഗ്രഹങ്ങളെല്ലാം അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ ഒത്തിരി മുഖവരയില്ലാതെ വളച്ചുകെട്ടലുകളില്ലാതെ ഈ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ ശ്രദ്ധാപൂർവം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരുന്ന ഈ ഒരു ആലോചനകൾ, കാരണം നമ്മൾ 3 ഭാഗങ്ങളാണ് നമ്മൾ ചേർത്ത് പഠിക്കുന്നത്. കാരണം ഹിസ്കിയാവിൻ്റെ രാജ്യത്തെ പ്രാർത്ഥിച്ച, ദൈവത്തിൽ ആശ്രയിച്ച, വിശ്വസ്തയോടെ നിന്ന ഹിസ്കിയാവിനെ ഉപരോധിച്ച ആ ഉപരോധം വേദപുസ്തകത്തിൽ 3 ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 18, 19, 20 അധ്യായങ്ങൾ, 2 ദിനവൃത്താന്ത പുസ്തകം 29, 30, 31, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 36, 37, 38. അപ്പോൾ വേദപുസ്തകത്തിൽ 3 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നതെല്ലാം നമ്മൾ ഒന്നിച്ച് ക്രോഡീകരിച്ച് അതിനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അതിൻ്റെ അകത്തു നിന്നുള്ള ആത്മീക ചിന്തകളെ ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി പ്രകാശിപ്പിച്ചിട്ട് നമുക്ക് തരട്ടെ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, 2 ദിനവൃത്താന്തം 32-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ വിശ്വസ്ത പ്രവർത്തികളെല്ലാം നിർവഹിച്ച ശേഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹിസ്കിയാവ് ചെയ്ത വിശ്വസ്ത പ്രവർത്തികളെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിരുന്നു. പിതാക്കന്മാരുടെ വഴികളിൽ അല്ലെങ്കിൽ നടക്കാതെ അതായത് വഴിവിട്ട പിതാക്കന്മാരിൽ നിന്നൊക്കെ മാറി ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നടന്ന് ഒരു വലിയ ഉണർവ് യെരുശലേമിൽ ഉണ്ടാക്കിയ ഒരു രാജാവാണ് ഹിസ്കിയാവ്. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു, ദൈവാനുഗ്രഹങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി. ഇങ്ങനെ ദൈവാനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ച് അദ്ദേഹം സന്തുഷ്ടനായി സന്തോഷവാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, സമാന്തരമായി ശമരിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി. അപ്പം തൊട്ടടുത്തൊരു സഹോദര രാജ്യം പരാജയത്തിൽ കിടക്കുകയാണ്. അവർ പിടിക്കപ്പെട്ടു, അവരെ പിടിച്ചുകൊണ്ടുപോയി. BC 722 ഇത് സംഭവിക്കുന്നത്. പക്ഷേ അതേ സമയം തന്നെ തൊട്ടിപ്പുറത്ത് ഹിസ്കിയാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു രാജ്യം സമാധാനത്തോടെ മുമ്പോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ ഒരു നിരോധനം യെരുശലേമിന് നേരെ ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയൊക്കെ ജീവിതത്തിലും ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. ഈ നമ്മളെയൊക്കെ ആരൊക്കെയോ പറഞ്ഞങ്ങ് പഠിപ്പിച്ചു, നിങ്ങൾ യേശുവിനെ അറിഞ്ഞ് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയില്ല, ഭാരമില്ല, നിങ്ങൾക്ക് വെച്ചടി കയറ്റമാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ കേട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? ആത്മീയമായി പല സമയങ്ങളിലും നമ്മൾ ഒരലസതയിലേക്ക് പോയി. പക്ഷേ ഈ ദൈവവചന ഭാഗം പഠിച്ചപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, വിശ്വസ്ത പ്രവർത്തികൾ നിർവഹിച്ചവന് നേരെ ഉപരോധം ആരംഭിക്കുകയാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ 3 ഭാഗങ്ങൾ, 2 രാജാക്കന്മാരുടെ പുസ്തകവും ദിനവൃത്താന്തവും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകവും ഒക്കെ നിങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. 2 രാജാക്കന്മാരുടെ പുസ്തകം 18, 19, 20 അധ്യായങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഹിസ്കിയാവ് ഈ ഉപരോധം ഉണ്ടായപ്പം അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അദ്ദേഹവും ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതായത് ഒരു സന്ധിക്ക് ശ്രമിച്ചു, ഒരു സന്ധി സംഭാഷണത്തിന് ശ്രമിച്ചു. അദ്ദേഹം ചെയ്തത്, യഹോവയുടെ ആലയത്തിൽ നിന്ന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴയായി അശൂറിന് അടച്ചു. യഹോവയുടെ ആലയത്തിലെ വാതിലുകളിൽ പൊതിഞ്ഞിരുന്ന പൊന്നെല്ലാം ഇളക്കിയെടുത്ത് അദ്ദേഹം അശൂർ രാജാവിന് കൊടുത്തു. പക്ഷേ അശൂർ രാജാവ് തൃപ്തനായില്ല, വീണ്ടും ആക്രമിക്കാനായിട്ട് വന്നു. എന്താണ് അതിൻ്റെ ആത്മീയ അർത്ഥം? വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഒരിക്കലും ലോകത്തോടും നമുക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളോടും സന്ധി സംഭാഷണത്തിന് നമ്മൾ തയ്യാറാകരുത്. ചില ആൾക്കാർ പറഞ്ഞ, പിശാചേ നിനക്ക് ഞാൻ ഒരു ഉപദ്രവവും ചെയ്യില്ല, നീ എനിക്ക് ഒരു ഉപദ്രവവും ചെയ്യല്ലേ. ദൈവമക്കളെ, നമ്മളെല്ലാം ഓരോ പടയാളികളാണ്. ഓരോ ക്രൈസ്തവനും ഓരോ പടയാളികളാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അപ്പം നമ്മളോട് പോരാടുന്നു എന്നുള്ളതിനേക്കാൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ ശക്തിയോടുമാണ്. പലരും എന്താ പറയുന്നത്, അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ, ആത്മീയമായി മുന്നേറാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, അവരുടെ ആത്മീക ജീവിതത്തിൽ അവർക്ക് പുഴുക്കുത്തലുകളുണ്ടായി, അവർ പ്രാർത്ഥിക്കാനും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട രീതിയിലൊക്കെ അവർക്ക് പ്രയോജനപ്പെടാനും കഴിയാതെ ഇരിക്കുമ്പോൾ പലരും കുഴപ്പമില്ല, ഇതങ്ങ് മാറിക്കോളും, ഇങ്ങനെയൊക്കെ പൊക്കോട്ടെ, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. ശ്രദ്ധിച്ച് കേൾക്കുക. ആത്മീക വെളിപ്പാടിൽ ദൈവം നമ്മളെ കാണിക്കുന്ന കാര്യങ്ങളെ
ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ചെറിയൊരു അനുഭവം പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നതുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമുണ്ടാകട്ടെ. ഞാൻ സെമിനാരിയിൽ 1-ാമത്തെ വർഷം പഠിക്കുമ്പോൾ അന്ന് ശക്തമായി ദൈവം എന്നെ ഉപയോഗിച്ചൊരു സമയമുണ്ടായിരുന്നു. അതായത് അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷകൾക്ക് പോകുന്നു. പല കുട്ടികൾ, അതായത് ഈ ലവ് അഫെയറുകളിലൊക്കെ ബാല്യകാലങ്ങളിൽപ്പെട്ട് പഠിക്കാൻ പറ്റാതെ പഠിത്തം നിർത്തിയവർ, അങ്ങനെയൊക്കെയുള്ള പലരുടെയും വിടുതലിനായി ദൈവം എന്നെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഫസ്റ്റ് ഇയർ കാലഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലും പോകുന്നു. ദൈവിക ആലോചനകൾ ഉണ്ടാകുന്നു, അനേകർ വിടുവിക്കപ്പെടുന്നു, അനേകർ പാപബോധമുണ്ടാകുന്നു, ഒത്തിരി ചെറുപ്പക്കാർ വിടുവിക്കപ്പെടുന്നു. അങ്ങനെ ശക്തമായി ദൈവം എന്നെ ശുശ്രൂഷയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കണ്ട സ്വപ്നം എൻ്റെ വീടിൻ്റെ മുൻഭാഗം ഒരു ഇടവഴിയാണ്. ഞാൻ ആ ഇടവഴിയിലൂടെ ഒരു മീറ്റിങ്ങിനായിട്ട് എൻ്റെ കയ്യിൽ ബൈബിളുമായിട്ട് ഞാൻ പോകുന്നു. ഞാൻ കുറച്ചധികം ദൂരം മുമ്പോട്ട് പോകുമ്പോൾ എന്നേക്കാൾ ഭയങ്കരമായ ഉയരമുള്ള ഒരു മനുഷ്യൻ എൻ്റെ മുന്നിലേക്ക് വന്നിട്ട് ആ മനുഷ്യൻ എന്നെ തിരിച്ചോടിക്കുകയാണ്. അതൊരു ദർശനമായിരുന്നു. കയറിപ്പോടാ വീട്ടിൽ, നീ എവിടെ പോവാ എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ശുശ്രൂഷിക്കാൻ പോവാ. നീ ഇനി ശുശ്രൂഷിക്കണ്ട, നീ തിരിച്ചു പോടാ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ്റെ ആ ആകാരം കണ്ട് ഞാൻ ഭയപ്പെട്ട് തിരിച്ചു വീട്ടിലേക്ക് ഓടി വരുന്നൊരു കാഴ്ച ദൈവം എന്നെ കാണിച്ചു. പക്ഷേ അങ്ങൊന്നും സ്വപ്നങ്ങളുടെ അർത്ഥമോ ദർശനങ്ങളുടെ അർത്ഥമോ ഒന്നും പറഞ്ഞു തരാൻ എനിക്ക് ആരുമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനതിനെ നിസ്സാരമായി കണ്ടു. പക്ഷേ സംഭവിച്ചത് എന്താണെന്നറിയാമോ? അതിനുശേഷം എൻ്റെ ശുശ്രൂഷകളുടെ വഴികൾ അടഞ്ഞു. വല്ലാത്തൊരു മാനസിക സംഘർഷത്തിൽ ഞാനായി. പ്രാർത്ഥിക്കാൻ കഴിയാതെയായി, ദൈവവചനം ധ്യാനിക്കാൻ കഴിയാതെയായി. കുറച്ച് മാസങ്ങൾ മുമ്പോട്ട് പോയി. അന്നേരം ഒന്നും ഞാൻ ഇതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞ് ചിന്തിച്ചു, ദൈവമേ, എനിക്കെന്താണ് സംഭവിച്ചത്? എന്താണ് എനിക്ക് പറ്റിയത്? ഞാനാകെ മാറിപ്പോയി. എനിക്ക് പഴയതുപോലെ ദൈവത്തിന് വേണ്ടി എനിക്ക് പ്രയോജനപ്പെടാനായിട്ട് പറ്റുന്നില്ലല്ലോ എന്ന് വെച്ച് ദൈവസന്നിധിയിൽ കരയാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആ പഴയ സ്വപ്നം എന്നെ ഓർപ്പിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം കാണിച്ച കാര്യത്തെ ഞാൻ ഗൗരവമായി എടുത്തില്ല, അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല, ഉപവസിച്ചില്ല. എന്നിലൂടെ ദൈവം ചെയ്തെടുത്ത ആ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്കെതിരെ ഉയർന്നു വന്ന ഒരു വലിയ പ്രതിസന്ധിയെ ദൈവം കാണിച്ചപ്പോൾ ഞാനതിനെ നിസ്സാരമായിട്ടെടുത്തു. ഞാൻ അലസതയോടെ മുമ്പോട്ട് പോയി, കരഞ്ഞു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ചില ദിവസങ്ങൾ ഉപവസിച്ചു. ആ ഒരു മേഖലകളുടെ പിന്നിൽ കുറച്ചധികം വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിപ്പാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് പഴയതുപോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന് മുമ്പിലേക്ക് വരുന്ന ആത്മീക ഉപരോധങ്ങളെ കണ്ട് നമ്മൾ അലസന്മാരായി പോയാൽ നമ്മൾ ഒത്തിരി വില കൊടുക്കേണ്ടതായിട്ട് വരും. ഹിസ്കിയാവ് എന്താ ചെയ്തത്? പിഴയടച്ച് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകം നിങ്ങൾ വായിക്കണം. 300 താലന്ത് വെള്ളി യഹോവയുടെ ആലയത്തിൽ കണ്ടതെല്ലാം എടുത്തു കൊടുത്തെന്നാണ് പറഞ്ഞത്. 300 താലന്ത് വെള്ളി, 30 താലന്ത് പൊന്ന്, കണ്ണിൽ കണ്ടതുമെല്ലാം എടുത്തു കൊടുത്തു. സന്ധിക്ക് വേണ്ടി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിട്ടുകൊടുക്കാനുള്ളവരല്ല, നമ്മൾ ജയിച്ചു കയറാനുള്ളവരാണ്, അല്ലേ? ഈ ലോകത്തോടും പാപത്തോടും ഒന്നും കോംപ്രമൈസ് ചെയ്ത് മുമ്പോട്ട് പോകാനുള്ളവരല്ല നമ്മൾ ദൈവം നമ്മളെ ഏൽപ്പിച്ച ആത്മീക ശുശ്രൂഷകളും ആത്മീക അനുഗ്രഹങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് നമ്മൾ തയ്യാറാകണം. ഇത് ഹിസ്കിയാവിന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായെന്നറിയാം? ആദ്യം ഈ അശൂർ രാജാവായ സാൻഗരീബ് ഹിസ്കിയാവിനെ വിട്ടിട്ടങ്ങ് പോയി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെയും വന്ന് വീണ്ടും ഉപരോധിച്ചിട്ട് ഒരു കത്തൊക്കെ റബ്ഷാക്കെ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് എഴുതിയിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കീഴടങ്ങിക്കോളാൻ പറയും. പക്ഷെ കീഴടങ്ങാൻ ഹിസ്കിയാവ് തയ്യാറായില്ല. ഹിസ്കിയാവ് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ഈ വന്നവർ പറയുകയാണ്, എടാ, നിൻ്റെ അപ്പൻ്റെ കാലത്ത് പോലും ചുറ്റുപാടുമുള്ള ഒത്തിരി രാജ്യങ്ങളെ ഞങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. കണ്ടോ, ശത്രു ചെറിയവനല്ല. ചില സമയങ്ങളിലും അവനും ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. അങ്ങനെ വീണ്ടും ഒരു കത്ത് കൊടുത്തപ്പോൾ ഈ കത്തുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് നമ്മൾ ഈ വീഡിയോയുടെ ആരംഭത്തിൽ നമ്മൾ പറഞ്ഞത്. അതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? യെശയ്യാവും ഹിസ്കിയാവും പ്രാർത്ഥിച്ചു, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ തൻ്റെ ദൂതനെ അശൂർ പാളയത്തിലേക്ക് അയച്ചു. അപ്പം
എന്താണ് ഈ പ്രാർത്ഥന? സ്വർഗത്തിലേക്ക് നിലവിളിച്ചൊരു നിലവിളി എന്താണ്? ആ നിലവിളി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് പഠിക്കണം. നിങ്ങളത് വായിച്ചു നോക്കുക. ഞാൻ വളരെ ചുരുക്കമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. ഈ കത്തെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്നിട്ട് ഇത് വിടർത്തി. അത് വിടർത്തി. ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ എന്തിനാണ് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? സത്യത്തിൽ പ്രശ്നങ്ങൾ ദൈവമുമ്പിൽ അവതരിപ്പിക്കുന്നതിനൊരു ശൈലിയുണ്ട്. വെറുതെ പോയി നിന്ന് ദൈവമേ ഇങ്ങനെയൊക്കെ പറ്റി എന്നൊന്നും പറയുകയല്ല. ഇത് ദൈവം മുമ്പിലേക്ക് വിടർത്തിയിട്ട് ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനയാണ്. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ, സർവ്വഭൂമിക്കും നാഥനായ ദൈവമേ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമേ, അങ്ങേക്ക് നേരെയാണ് ഈ വെല്ലുവിളിയുള്ളത്. ഞങ്ങൾക്ക് നേരെയെന്ന് മാത്രമല്ല, സത്യത്തിൽ ആ പ്രശ്നത്തെ ദൈവത്തിന് നേരെയുള്ള ഒരു പ്രശ്നമായി അവതരിപ്പിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത് കണ്ടോ? ആ പ്രശ്നത്തെ ദൈവത്തിന് നേരെയുള്ള ഒരു പ്രശ്നമായി അവതരിപ്പിക്കുകയാണ്. അവതരിപ്പിച്ചതിന് ശേഷം ദൈവമേ, സൈന്യങ്ങളുടെ ദൈവമേ, നിന്ദിക്കുന്ന നിന്നയെ കാണണമേ, നോക്കണമേ. അവൻ്റെ ദൈവങ്ങൾ, ദൈവമെന്ന് പറയുന്ന പലതും ദൈവങ്ങളല്ല, അതൊക്കെ മറ്റു പലതുമാണ്. പക്ഷേ അവിടുന്ന് മാത്രമാണ് ദൈവം. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ വലിപ്പത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ആ വലിപ്പത്തെ അംഗീകരിച്ചുകൊണ്ട്, തൻ്റെ പ്രശ്നങ്ങൾ, തൻ്റെ രാജ്യത്തിന് നേരെ വന്ന പ്രശ്നങ്ങൾ ദൈവം മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു അവതരണം. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന നമ്മൾ പറഞ്ഞത്, പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, നിലവിളി സ്വർഗത്തിലേക്കെത്തി, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന നിലവിളി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നിലവിളി നമ്മൾ സ്വർഗത്തിലെത്തിക്കാൻ തയ്യാറാകണം. എത്തിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എത്തിച്ച എത്രയോ പേര് അതിൻ്റെ വിടുതലുകൾ അവർ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ ഉത്തരവാദിത്വം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവയ്ക്കുക എന്നുള്ളതല്ല, നമ്മൾ തന്നെ നമ്മുടെ വിഷയങ്ങൾ ദൈവം മുമ്പിലേക്ക് അവതരിപ്പിക്കുക. നീതിമാന്മാരുടെ നിലവിളിയുടെ മുമ്പിൽ കണ്ണും കാതും തുറന്നിരിക്കുന്നവനാണ് ദൈവമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നീതിമാന്മാരുടെ നിലവിളിക്ക് കണ്ണും കാതും തുറന്ന് ദൈവം ഇരിക്കുമ്പോൾ ആ കണ്ണുകളിലേക്കും ആ കാതുകളിലേക്കും ആ നിലവിളിയെ, ആ വിഷയത്തെ എത്തിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ, അത് എത്തിക്കേണ്ട രീതിയാണ് നമ്മൾ കണ്ടത്. പ്രാർത്ഥിച്ചു, നിലവിളിച്ചു, സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. ആ നിലവിളി യഥാർത്ഥമായ ഒരു നിലവിളി ആയതുകൊണ്ട് തന്നെ ദൈവം വളരെ വേഗം ആ പ്രാർത്ഥനയ്ക്ക് പരിഗണന നൽകി. ആ പ്രാർത്ഥനയെ ദൈവം കേട്ടു. ദൈവം കേട്ടു എന്ന് മാത്രമല്ല, അതിനുള്ള മറുപടി ദൈവസന്നിധിയിൽ നിന്ന് വരുമ്പോൾ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഹിസ്കിയാവിൻ്റെ പ്രശ്നങ്ങൾ, രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രശ്നമായി മാറുകയാണ്. പിന്നീട് ദൈവം ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്, എനിക്ക് നേരെ നീ തലകുനിക്കുന്നു, സിയോന് മുകളിൽ നീ നിന്റെ കൊമ്പുകളെ നീ വിടർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നീ ആരെയാണ് പരിഹസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നം ശരിക്കും ദൈവം തൻ്റെ പ്രശ്നമായി ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളായി മാറട്ടെ. അതെപ്പോഴാണ് മാറുന്നത്? നമ്മൾ നീതിമാന്മാരായി ദൈവം മുമ്പിൽ നിലവിളിക്കേണ്ട രീതിയിൽ നിലവിളിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രശ്നമായി മാറുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടില്ലേ? നിങ്ങളെ തൊടുന്നവൻ എൻ്റെ കൺമണിയെ തൊടുന്നു. രണ്ടാമത്തേത്, ഈ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിനോട് ചോദിച്ചു, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? സത്യത്തിൽ ശൗൽ യേശുവിനെ അല്ല ഉപദ്രവിച്ചത്, ശിഷ്യന്മാരെയാണ്. പക്ഷെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വിശ്വസ്ത പ്രവൃത്തികളൊക്കെ നിർവഹിച്ച് വചനത്തിൻ്റെ സത്യത്തിലും വേർപാടിലും വിശുദ്ധിയിലുമൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊക്കെ ദൈവത്തിന് വിലയേറിയവരാണ്, മാന്യതയുള്ളവരാണ്. നമ്മൾക്ക് തരണം ചെയ്യാൻ പറ്റാത്തൊരു വിഷയങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളായി മാറുകയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രശ്നമായി മാറ്റപ്പെടുകയാണ്. പിന്നീട് ദൈവമാണ് ഈ വിഷയത്തെ ഡീൽ ചെയ്യുന്നത്. വളരെ വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ? ഈ രാജ്യത്തെ ഉപരോധിച്ചുകൊണ്ട് അശൂർ രാജാവായ സാൻഖരീബും തൻ്റെ പടയാളികളുമെല്ലാം ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ വചനം പറയുന്നത്, യഹോവയുടെ ദൂതൻ പുറപ്പെട്ടു, 1,85,000 ആളുകളെ യഹോവയുടെ ദൂതൻ കൊന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വായിച്ചത്
പ്ലേഗ് ഉണ്ടായി എന്നാണ്. പ്ലേഗ് എന്തോ ഒരു മഹാവ്യാധിയോ മഹാമാരിയോ ഉണ്ടായി. സൈനികർക്ക് പെട്ടെന്ന് അസുഖം പിടിച്ചു, പലരും രോഗികളായി മാറി, പെട്ടെന്ന് മരണം സംഭവിച്ചു. അവിടെ യുദ്ധം തുടരുവാൻ കഴിയാതെ, ഉപരോധം തുടരുവാൻ കഴിയാതെ രാജാവിന് തൻ്റെ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതായിട്ട് വന്നു. മടങ്ങിപ്പോയിട്ടും തീരുന്നില്ല. കാരണം ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനവന് ചൂണ്ടലിടും, ഞാനവന് കൊളുത്തിട്ട് ഞാനവനെ വന്ന വഴിക്ക് കൊണ്ടുപോകും. പിന്നീട് സംഭവിച്ചെന്താണെന്നറിയോ? ഈ രാജാവിൻ്റെ കുടുംബത്തിൽ ഒരു വലിയ കുടുംബ പ്രശ്നം തന്നെ ഉണ്ടായി. ആ കുടുംബ പ്രശ്നം ഉണ്ടായി. തൻ്റെ ആ സ്ഥലത്ത് ആരാധിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ തൻ്റെ മക്കൾ അവനെ കൊന്നുകളഞ്ഞിട്ട് അവർ അരറാത്തിലേക്കൊക്കെ പോയി എന്നൊക്കെ എഴുതുന്നുണ്ട്. കണ്ടോ, സ്വന്തം മക്കൾ തന്നെ അവനെതിരെ തിരിയത്തക്ക നിലയിൽ ദൈവം ആ വിഷയത്തെ കൈകാര്യം ചെയ്തു. പിന്നെ ഇസ്രായേൽ യെരൂശലേമിന് നേരെ വന്നില്ല. 3 ആണ്ടുകളിൽ സംഭവിക്കേണ്ടുന്ന വിടുതലുകളെക്കുറിച്ചുള്ള അടയാളങ്ങൾ അടുത്ത ആണ്ടിൽ, അതിൻ്റെ അടുത്ത ആണ്ടിൽ, 3-ാമത്തെ ആണ്ടിൽ മുന്തിരിയുടെ ഫലം നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യും, അടുത്ത ആണ്ടിൽ താനേ കിളിർത്തത് നിങ്ങൾ കൊയ്യും എന്നൊക്കെ പറയത്തക്ക നിലയിൽ ദൈവം അടയാള സഹിതം ഈ വിഷയങ്ങളെ ദൈവം ഏറ്റെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നേരിടുന്ന ആത്മീകമായ ചില പ്രതിസന്ധികളുണ്ട്. അപ്പം ഈ പ്രതിസന്ധികളിൽ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളായി മാറണമെങ്കിൽ നമ്മൾ അതിനെ ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുക, ഒരു നീതിമാന്മാരായി മാറുക. ഇന്നത്തെ നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും പലരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അതായത് നമുക്കെതിരെ തന്നെ തിരിയുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ പലതും നമ്മുടെ ആളുകളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അനാവശ്യമായ വിവാദങ്ങൾ, ഇടപെടാൻ പാടില്ലാത്ത മേഖലകൾ, മറ്റുള്ളവർ വിരൽ ചൂണ്ടത്തക്ക നിലയിലുള്ള നമ്മുടെയൊക്കെ പ്രയോഗങ്ങൾ, സംസാര ശൈലികൾ, അതൊക്കെ പലതും നമ്മളുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ നമ്മൾ നിർമ്മലതയോടെ, നീതിയോടെ, സത്യസന്ധതയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ ആത്മീക പോരാട്ടങ്ങൾക്കൊടുവിൽ ദൈവം നമുക്ക് നിശ്ചയമായിട്ടും ജയം തരും. അപ്പം ഈ ഒരു മെസ്സേജിലൂടെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്, വിശ്വസ്തയോടെ നിന്നാലും ഉയർന്നു വരുന്ന പ്രതിസന്ധികളുണ്ട്, അതിനെ പ്രാർത്ഥനയിലൂടെ ജയിക്കുക. പ്രാർത്ഥനയെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ശക്തമായ ആത്മീക ആയുധങ്ങളിൽ ഒന്നാണ്. ദൈവഭക്തന്മാരുടെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് ബലം തരും. നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നേരിടേണ്ടി വരുന്ന ആത്മീക പോരാട്ടങ്ങളെ നിസ്സാരമായി കണക്കാക്കാതെ ആ വിഷയങ്ങളെ ദൈവം മുമ്പിലേക്ക് വെച്ച് നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. സ്വർഗത്തിലേക്ക് എത്തുന്ന നിലവിളി. വാക്യം മറന്നു പോകരുത്, ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കുക. പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഒന്ന് ധ്യാനിക്കുക, ദൈവസന്നിധിയിൽ ഒന്ന് ബലപ്പെടുക. ആ വാക്യത്തിൻ്റെ അകത്തുനിന്ന് തീർച്ചയായിട്ടും ദൈവവചനം ധ്യാനിക്കുമ്പോൾ അസാധാരണമായ ഒരു ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. അതിന് എങ്ങും ഓടി നടക്കണമെന്നൊന്നും അതിൻ്റെയൊന്നും ആവശ്യമില്ല. അതെങ്ങും പോയാലല്ല, നമ്മളിരിക്കുന്നിടത്ത് കർത്താവ് വരാമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിനൊക്കെ ദൈവം സഹായിക്കട്ടെ. ഓരോ പ്രിയപ്പെട്ടവരും വ്യക്തിപരമായി ദൈവകൃപയിൽ ശക്തിപ്പെടാനും നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനും കർത്താവ് നിങ്ങൾക്ക് ഏവർക്കും കൃപ നൽകി തരട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ തിരുവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രശ്നമാക്കി മാറ്റുന്ന പ്രാർത്ഥനകൾ ദൈവഭക്തന്മാരൊക്കെ അവർ നേരിട്ട ജീവിത സാഹചര്യങ്ങളിൽ അവരത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നതുപോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ജനത്തെ ഒന്നിച്ച് അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവമേ, ഈ ദൈവജന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എങ്കിലും ദൈവം സർവശക്തനായ ദൈവമാണ്. ആ സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ആമേൻ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ, അവരുടെ പ്രാർത്ഥനകൾ എത്തിക്കുവാൻ കർത്താവ് അവർക്ക് കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.